എല്ലാവർക്കും നമസ്കാരം. റിച്ച് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ബയോളജിയിൽ പറഞ്ഞു നിർത്തിയത് എന്തുവരെയായിരുന്നു? എങ്ങനെയാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് സിനാപ്സ്, എന്താണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 തരത്തിലുള്ള നെർവുകളെ കുറിച്ചാണ്. അതിനു മുന്നേ 2 തരത്തിലുള്ള ന്യൂറോണുകളെ കുറിച്ചും അല്ലെങ്കിൽ നാഡീകോശങ്ങളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 പോർഷനാണ് മെയിനായിട്ട് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂറോൺസിനെ അല്ലെങ്കിൽ നാഡീകോശത്തിനെ എങ്ങോട്ടാണോ ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതായത് ഇമ്പൾസസിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ന്യൂറോണിനെ അല്ലെങ്കിൽ നാഡീകോശത്തിനെ 2 വിധത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, തരംതിരിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസിനെ എങ്ങോട്ടേക്കാണോ കൊണ്ടുപോകുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ന്യൂറോൺസിനെ അല്ലെങ്കിൽ നാഡീകോശത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ 2ആയിട്ട് വർഗീകരിക്കുന്നുണ്ട്. അതിലൊന്നാണ് സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ നാഡീകോശം. സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ നാഡീകോശം. ഇനി രണ്ടാമത്തേതാണ് മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ പ്രേരക നാഡീകോശം. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസിന്റെ ഗതിക്കനുസരിച്ച്, ദിശയ്ക്കനുസരിച്ച് നമ്മൾ നാഡീകോശങ്ങളെ അല്ലെങ്കിൽ ന്യൂറോണിനെ 2ആയിട്ട് വർഗീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ നാഡീകോശം എന്നും മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ പ്രേരക നാഡീകോശം എന്നും 2ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ഇനി എന്താണ് സംവേദ നാഡീകോശം അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഹികളിൽ നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിൽ നിന്നും ബ്രെയിനിലേക്ക് മെസ്സേജസിനെ അല്ലെങ്കിൽ ഇമ്പൾസസിനെ കൊണ്ടുപോകുന്ന ആളെയാണ് നമ്മൾ സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ നാഡീകോശം എന്ന് വിളിക്കുന്നത്. എവിടെയാണോ ഇമ്പൾസ് ഉണ്ടാകുന്നത്, ഇമ്പൾസസിനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശമാണ് എന്തെന്ന് പറയുന്നത്? സംവേദ നാഡീകോശം അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് എന്തെന്ന് പറയുന്നത്? പ്രേരക നാഡീകോശം അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. ബ്രെയിനിൽ നിന്നും സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ പ്രേരക നാഡീകോശം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? തിരിഞ്ഞു പോകരുത്. സംവേദ നാഡീകോശം അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ നാഡീകോശം. ഇനി ബ്രെയിനിൽ നിന്ന് സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന ആളാണ് മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ പ്രേരക നാഡീകോശം. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം നെർവുകളാണ് അല്ലെങ്കിൽ നാഡികൾ എന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നാഡീകോശം. അതായത് ഈ നാഡികളിൽ നിന്നെല്ലാം ഒരെണ്ണത്തിന് എടുക്കുന്നതാണ് നാഡീകോശം എന്ന് പറയുന്നത്. ഒരുപാട് ന്യൂറോൺസ് അല്ലെങ്കിൽ ന്യൂറോൺസ് എന്ന് നമ്മൾ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് പറയത്തില്ല. നമ്മുടെ ആക്സോൺസ് ഉണ്ടല്ലോ, ആക്സോൺസ് അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സ് നമ്മൾ പറയും. നമ്മളൊരു ന്യൂറോണിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഫിലമെന്റസ് ലൈക്ക് പോർഷൻ ആണ് ആക്സോൺ അല്ലെങ്കിൽ നെർവ് ഫൈബർ എന്ന് പറയുന്നത്. ഈ നെർവ് ഫൈബറുകളുടെ അല്ലെങ്കിൽ ആക്സോണുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സ്. ഓക്കെ, നെർവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ് ഫൈബറുകളുടെ അല്ലെങ്കിൽ ആക്സോണുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നെർവുകൾ അല്ലെങ്കിൽ നാഡികൾ എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണ്? ഇനി നമ്മൾ ഈ നാഡികളെ അതിന്റെ ഫങ്ഷൻ അനുസരിച്ച്, അതിന്റെ ധർമ്മത്തിനനുസരിച്ചിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നാഡീകോശങ്ങളെ ഇമ്പൾസസിന്റെ ഡയറക്ഷൻ അനുസരിച്ച് 2ആയിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ നാഡീകോശം എന്നും മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ പ്രേരക നാഡീകോശം എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് പറയാൻ പോകുന്നത്? നാഡികൾ അല്ലെങ്കിൽ നെർവുകൾ.
എന്താണ് നെർവുകൾ അല്ലെങ്കിൽ നാഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ആക്സോൺ, ഗ്രൂപ്പ് ഓഫ് ആക്സോണുകളെയാണ് നമ്മൾ നെർവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവയെ എന്താണ്, ഇവയുടെ ഫങ്ഷൻ അനുസരിച്ച് എന്താണ് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കേട്ട പേരുകളുമായിട്ട് എന്താണ് വളരെ സാദൃശ്യമുള്ള പേരുകളാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, സെൻസറി നെർവ്, 2 മോട്ടോർ നെർവ്, അടുത്തതാണ് എന്ത്, മിക്സഡ് നെർവ്. ഓക്കെ, ഏതൊക്കെയാണ്, സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദനാഡി, മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരക നാഡി, മൂന്നാമത്തത് മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി. 3 ക്ലിയർ ആയോ? നാഡികളെ എന്താണ് നമ്മൾ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവയുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നാഡികളെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്, സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദനാഡി, മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരക നാഡി, മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പഠിക്കും. ഓക്കെ, ഈ സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദ നാഡി എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻസറി സംവേദ നാഡീ കോശങ്ങളാൽ നിർമ്മിതമായതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച സെൻസറി ന്യൂറോണില്ലേ, ആ കുറേ സെൻസറി ന്യൂറോൺസ് കണക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, ഒരു സെൻസറി നെർവ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ സെൻസറി നെർവ് ഫൈബേഴ്സ് കുറേ കൂട്ടി വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദ നാഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, ഈ നാഡിയുടെ അല്ലെങ്കിൽ സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്രെയിനിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ആരുടെ, സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെൻസറി ന്യൂറോൺ പഠിച്ചതുപോലെ തന്നെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോട്ടോർ നെർവ്. ഈ മോട്ടോർ നെർവ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, പ്രേരക നാഡീകോശങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രേരക നാഡീകോശങ്ങൾ അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺസ് അല്ലെങ്കിൽ മോട്ടോർ നെർവ് ഫൈബേഴ്സ് കൊണ്ടിട്ടാണ് എന്ത്, പ്രേരക നാഡി അല്ലെങ്കിൽ മോട്ടോർ നെർവ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ബ്രെയിനിൽ നിന്ന് ആവേഗങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്, സെൻസറി നെർവും മോട്ടോർ നെർവും. സെൻസറി നെർവ് നിർമ്മിച്ചിരിക്കുന്നത് സെൻസറി നെർവ് ഫൈബേഴ്സ് കൊണ്ടാണ്, മോട്ടോർ നെർവ് നിർമ്മിച്ചിരിക്കുന്നത് മോട്ടോർ നെർവ് ഫൈബേഴ്സ് കൊണ്ടാണ് അല്ലെങ്കിൽ പ്രേരക നാഡീകോശങ്ങൾ കൊണ്ടിട്ടാണ്. ഇതിന്റെയൊക്കെ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെൻസറി നെർവിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിച്ച് ബ്രെയിനിൽ എത്തിക്കുക എന്നുള്ളതാണ് സെൻസറി നെർവിന്റെ അല്ലെങ്കിൽ സംവേദ നാഡിയുടെ ജോലി എന്ന് പറയുന്നത്. അടുത്തത് മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ പ്രേരക നാഡി. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബ്രെയിനിൽ നിന്നും റെസ്പോൺസിനെ അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് തിരിച്ച് റെസ്പോൺസസ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പൊ ഈ ബ്രെയിനിൽ നിന്നും സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് മോട്ടോർ നെർവിന്റെ അല്ലെങ്കിൽ പ്രേരക നാഡിയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, നമ്മൾ കേട്ടിട്ടില്ല, എന്താണ്, മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി എന്ന് നമ്മൾ പറയും. എന്താണ്, മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി. അപ്പൊ മിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഈ സെൻസറി ന്യൂറോണിന്റെ ഫംഗ്ഷൻ, സെൻസറി നെർവിന്റെ ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്, മോട്ടോർ നെർവിന്റെ ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്. സംവേദ നാഡിയുടെയും മോട്ടോർ അല്ലെങ്കിൽ പ്രേരക നാഡിയുടെയും ഫംഗ്ഷൻ ഒരുപോലെ ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്, സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് നെർവ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും, ഇതിനകത്ത് സെൻസറി നെർവ് ഫൈബേഴ്സും ഉണ്ട്, മോട്ടോർ നെർവ് ഫൈബേഴ്സും ഉണ്ട്. ഇത് രണ്ടും കൊണ്ടിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇതെന്ത് ചെയ്യും, അങ്ങോട്ടേക്കും കൊടുക്കും ഇങ്ങോട്ടേക്കും കൊടുക്കും. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങളെ ബ്രെയിനിൽ എത്തിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 ധർമ്മങ്ങളും ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, വാഗസ് നെർവ് അല്ലെങ്കിൽ വാഗസ് നാഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂറോണിന്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചു, അതുപോലെ തന്നെ നെർവുകളുടെ അല്ലെങ്കിൽ നാഡി കോശത്തിന്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചു. അതുപോലെ തന്നെ നാഡിയുടെ അല്ലെങ്കിൽ നെർവിന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു. ന്യൂറോണുകളെ അല്ലെങ്കിൽ നാഡീകോശത്തിനെ നമ്മൾ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സെൻസറി ന്യൂറോൺ എന്നും മോട്ടോർ ന്യൂറോൺ എന്നും. പക്ഷേ നെർവുകളെ അവയുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്.
ഇനി നെർവുകൾ എന്താണെന്ന് മറന്നു പോകരുത്. എന്താണ് നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ ആക്സോണുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒരു കൂട്ടം ആക്സോണുകളെയാണ് അല്ലെങ്കിൽ കൂട്ടമായി കാണപ്പെടുന്ന ആക്സോണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെർവുകൾ എന്ന് വിളിക്കുന്നത്. അവയെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. ഓക്കെ, ഫംഗ്ഷൻ അറിയാലോ. സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദനാഡി എന്താണ് ചെയ്യുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങളെ സ്വീകരിച്ച് ബ്രെയിനിൽ എത്തിക്കുന്നു. മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരകനാഡി എന്താണ് ചെയ്യുന്നത്? ബ്രെയിനിൽ നിന്നും സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇനി മിക്സഡ് നെർവ് എന്താണ്? ഈ 2 ജോലിയും ഒരുപോലെ ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാഗസ് നെർവ്. ഓക്കെ, ഈ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.